കൂട്ടിപ്പടിക്കൽ ആശാവർക്കർമാരുടെ സമരം ശൈലി ആപ്പ് വഴിയുള്ള ഡാറ്റ കളക്ഷനെ ബാധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വളരെ കുറച്ച് ആശാപ്രവർത്തകർ മാത്രമാണ് സമരത്തിലുള്ളത്. സമരക്കാരുടെ പഞ്ചായത്തുകളിൽ അധികൃതരുമായി കൂടിയാലോചിച്ച് ബദൽ സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ മാറ്റിവെക്കാനാകാത്ത പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണിത്. ആദ്യം 7% ആശമാരായിരുന്നു സമരത്തിലുണ്ടായിരുന്നത്. ഇപ്പോഴത് 6% കുറഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ UDF തീരുമാനം. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ മാർച്ച് 5-ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉപവാസം നടത്തുമെന്ന് UDF കൺവീനർ MM ഹസൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരിക്കും ഉപവാസ സമരം. പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജീവനക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ചു. ക്ലർക്കായ ജീവനക്കാരിയാണ് ഓഫീസിലെ ശുചിമുറിയിൽ കയറി കൈനരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജോയിന്റ് കൌൺസിൽ നേതാവ് മാനസികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ ശ്രമം. ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് പരാതി നൽകിയ ജീവനക്കാരിയെ വനിതാ കമ്മീഷന്റെ സിറ്റിംഗിൽ വെച്ചും മോശമായി ചിത്രീകരിച്ചുവെന്ന് സഹപ്രവർത്തകയും ആരോപിച്ചു. വയനാട് കളക്ടറേറ്റിൽ NGO യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി. ഭീഷണിയെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളായ ആശാവർമ്മയ്ക്കും മുഹമ്മദ് ഗാലിബിനും സംരക്ഷണം ഒരുക്കുമെന്ന് പോലീസ്. നിയമപരമായ എല്ലാ സുരക്ഷയും കേരള പോലീസ് നൽകുമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ കൂടെ ഇടപെടലുണ്ടായാൽ മറ്റാർക്കും അവരെ കൊണ്ടുപോകാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഉപയോഗിച്ചത് മദ്യം മാത്രം. രക്തപരിശോധനയിലാണ് മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. മറ്റ് ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. കൃത്യം നടത്തിയ ശേഷം അഫാൻ സ്റ്റേഷനിൽ എത്തുമ്പോൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞിരുന്നു. 2 കൊലപാതകം നടത്തിയ ശേഷം അഫാൻ ബാറിലെത്തി മദ്യം വാങ്ങിയിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. കാർന്നവർ വധക്കേസിലെ 1-ാം പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. കണ്ണൂർ വനിതാ ജയിലിലെ സഹതടവുകാരിയെ മർദ്ദിച്ചതിനാണ് കേസ്. ലഹരിക്കേസിൽ ജയിലിൽ കഴിയുന്ന നൈജീരിയ സ്വദേശിക്ക് നേരെയായിരുന്നു മർദ്ദനം. ഷെറിനും തടവുകാരിയായ സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് FIR. ഈ മാസം 24-നായിരുന്നു സംഭവം. ഇന്നലെയായിരുന്നു ഷെറിനെതിരെ കേസെടുത്തിരുന്നത്. കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത പത്മജ വേണുഗോപാൽ. താൻ പാർട്ടി വിട്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞ പത്മജ, കോൺഗ്രസിനെന്നും എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കേണ്ട അവസ്ഥയാണെന്നും പരിഹസിച്ചു. തരൂരിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിഷയത്തിൽ തീരുമാനം പറയേണ്ടത് ശശി തരൂർ ആണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുടെ ജാമ്യ ഹർജി തള്ളി. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ചെന്താമരക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. ചെന്താമര പുറത്തിറങ്ങുന്നത് നാട്ടുകാരുടെ ജീവന് ഭീഷണിയാണെന്ന് കാണിച്ചായിരുന്നു പ്രോസിക്യൂഷൻ ജാമ്യം എതിർത്തിരുന്നത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ജോലിയിൽ മുന്നേറണമെങ്കിൽ ഹിന്ദി പഠിക്കുന്നത് നല്ലതാണെന്ന് സോഹോ സ്ഥാപകൻ ശ്രീധർ വെമ്പുവിന്റെ പ്രസ്താവനയോട് വിമർശനവുമായി DMK. വെമ്പുവിന് വേണമെങ്കിൽ തന്റെ ജീവനക്കാരെ ഹിന്ദി പഠിപ്പിക്കാമെന്നും തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് അതിന്റെ ആവശ്യമില്ലെന്നുമായിരുന്നു DMKയുടെ പ്രതികരണം. പ്രശസ്ത തെലുങ്കു ചലച്ചിത്ര താരവും എഴുത്തുകാരനുമായ പോസാനി കൃഷ്ണമുരളിയെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയാണ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് YSRCP നേതാവ് കൂടിയായ കൃഷ്ണമുരളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സമുദായത്തിനെതിരായി നടത്തിയ അപകീർത്തി പ്രസ്താവനയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കഴിവുള്ള ബിരുദധാരികളെ ജോലിക്കെടുക്കുന്നതിനായി US കമ്പനികൾക്ക് ഗോൾഡൻ കാർഡുകൾ വാങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ്. $50 ലക്ഷം അഥവാ 4.5 കോടി ഇന്ത്യൻ രൂപ നൽകി US പൗരത്വത്തിലേക്ക് വഴി തുറക്കുന്ന ഗോൾഡൻ കാർഡുകൾ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ വാഗ്ദാനം. ഇന്ത്യക്ക് പുറമെ ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ഗോൾഡൻ വിസ വാങ്ങി ജോലിക്കെടുക്കാമെന്ന് ട്രംപ് പറഞ്ഞു.